അതാ ഈ പാവപ്പെട്ട സ്ത്രീകളെ ആരെല്ലാമോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നരകത്തിലേക്ക് നയിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഉസ്താദുമാരെ വഅലിന് ഞങ്ങൾ പോയിരുന്നു, ഞങ്ങൾ സംഭാവന കൊടുത്തിരുന്നു, നല്ല ഭക്ഷണം പാകം ചെയ്ത് എത്തിച്ചു കൊടുത്തിരുന്നു. ഞങ്ങളോട് അലിമീങ്ങൾ പറഞ്ഞില്ലെന്ന് ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബിന്റെ കോടതി വെച്ച് കംപ്ലൈന്റ് പറയേണ്ട ഉമ്മമാരെ, ഹബീബ് നബി തങ്ങൾ പറയുന്നു, സിൻഫാനി മിൻ അഹ്ലിൻ നാർ, രണ്ട് കൂട്ടർ നരകത്തിലാണ്. അതെ, സിൻഫാനി മിൻ അഹ്ലിൻ നാർ ലം അറഹുമാ, ആ ടീമിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എന്റെ കാലഘട്ടത്തിലില്ല, പക്ഷേ അവര് വരുമെന്ന് നബി തങ്ങൾ പറയാണ്. അതിൽപ്പെട്ട ഒരു ടീം ഏതാണ് എന്ന് പറയുന്നു, ഒരു വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്. കാസിയാത്തുൻ നാരിയാത്ത്, വസ്ത്രം പേരിന് ധരിച്ചിട്ടുണ്ട്, പക്ഷേ ധരിക്കാത്ത ഫലമാണ്. അവരെ മാറിടം കാണുന്നുണ്ട്, കൈത്തണ്ട കാണുന്നുണ്ട്. അതേപോലെ തന്നെ അന്യപുരുഷന്മാര് നോക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തും മുഖം മറക്കാതെ അവര് രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെ കാസിയാത്തുൻ ആരിയാത്ത്, മായിലാത്തുൻ മുമീലാത്ത്, അന്യപുരുഷന്മാരിലേക്ക് ആകൃഷ്ടരാകുന്ന രൂപത്തിലാണ് അവരുടെ സംസാരം, അങ്ങനെയാണ് അവരെ പെരുമാറ്റം. അവര് ആദാ പുരുഷന്മാരെ ആകർഷിപ്പിക്കുകയാണ്. അവരുടെ തലകഥാ ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പല പോലെ പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് ഹബീബ് നബി തങ്ങൾ പറയാണ്, ലാ യദ്ഖുൽനൽ ജന്ന, ഇങ്ങനെ പുരുഷന്മാരെ മുന്നിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകള് അവര് സ്വർഗത്തിൽ കടക്കൂല കേട്ടോ. വലാ യജിദ്ന റീഹഹാ, സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് കിട്ടൂല കേട്ടോ.